നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ആദ്യമേ അറിയിക്കുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒന്നാം ഘട്ടമായ റാപ്ചർ അല്ലെങ്കിൽ ഉൽപ്രാവണം, അതിനുശേഷം ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന പീഡനകാലം, ദ ട്രിബുലേഷൻ പീരീഡ്, അതിനെയും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. 7 വർഷത്തെ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണമാണ് അത്. ആദ്യത്തെ 3.5 വർഷക്കാലം ദ ട്രിബുലേഷൻ പീരീഡ് എന്നും പീഡനകാലമെന്നും, രണ്ടാമത്തെ 3.5 വർഷക്കാലത്തെ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്, മഹാപീഡനകാലം എന്നും പറയും. ഇന്ന് പ്രാരംഭമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ദൈവമക്കൾ ആരെങ്കിലും ഒരാളെന്ന് ശബ്ദം ഉയർത്തി വായിക്കുന്നത് സന്തോഷമാണ്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 13-ാം വാക്യം. അനന്തരം ഒരു കഴുകൻ ഇനി കാഹളമൂതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം, 3 കഷ്ടത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പീഡന കാലത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ തൊട്ട് അങ്ങ് പോകാനേ സാധിക്കത്തുള്ളൂ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം തുടങ്ങി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ നമ്മൾ 7 മുദ്രകളെ കുറിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തുടർന്ന് 8-ാം അധ്യായം മുതൽ 7 കാഹളങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. തുടർന്ന് 16-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അവസാനത്തെ 7 ബാധകൾ, 7 ക്രോധകലശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 7 മുദ്രകൾ, ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. 7 കാഹളങ്ങൾ, ഓരോ കാഹളങ്ങൾ ഊതുമ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. അവസാനമായിട്ട് 7 കലശങ്ങൾ, കലശങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 7 ക്രോധ കലശങ്ങൾ, ദ റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ക്രോധം. ഇപ്പോൾ ദൈവം സ്നേഹമാകുന്നു, ഗോഡ് ഈസ് ലവ്. എന്നാൽ ദൈവം സ്നേഹിച്ച് മനുഷ്യർ ദൈവത്തോട് മറുതലിച്ച് പോകുമ്പോൾ ഈ ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയുമ്പോൾ അതിനു മുമ്പാകെ നമ്മൾ മുഖം തിരിച്ചു കളയരുത്. അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തെ അതിന് വേണ്ടി ഒരുക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ പറഞ്ഞ 21 ബാധകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ. ഈ ബാധകളെല്ലാം കഷ്ടം തന്നെയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം എടുത്തു പറഞ്ഞിരിക്കുന്ന 3 കഷ്ടങ്ങളുണ്ട്. അതെല്ലാം വിശദീകരിക്കാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാലും അതൊന്ന് പറഞ്ഞു പോകാം, എന്താണ് ഈ കഷ്ടങ്ങളെന്ന്. 5-ാമത്തെ കാഹളം, അതാണ് 1-ാമത്തെ കഷ്ടം. അല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1-ാം കഷ്ടം. അവിടെ പറഞ്ഞിരിക്കുന്നത് വെട്ടുക്കിളിപ്പട. വായിക്കാനും വിവരിക്കാനും സമയമില്ല, അതുകൊണ്ട് വേഗത്തിൽ ഞാനൊക്കെ പറഞ്ഞു പോകാം. അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ 5 മാസം ദണ്ഡിപ്പിക്കും. 6-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും, മരിക്കുവാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കും, പാതാളം തുറക്കും. ആ സമയത്ത് ഒരു വെട്ടുക്കിളിപ്പട, അതിൻ്റെ രൂപങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു ബൈബിൾ സ്റ്റഡി അല്ല, കൺവെൻഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ ഓർക്കണം, ഭൂമിയിൽ പാതാളത്തിൽ നിന്ന് വെട്ടുക്കിളിപ്പട ദൈവം അനുവദിച്ചിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അത് കുത്തും കേട്ടോ. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നതാണ്. അവരാരെയാ കുത്തുന്നത് എന്ന് ചോദിച്ചാൽ, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ 5 മാസം ദണ്ഡിപ്പിക്കും. ദൈവത്തിൻ്റെ മുദ്ര നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല.
ഇതിന്റെ 13-ാം അധ്യായത്തിലെ മുദ്രയെക്കുറിച്ച് പറയുന്നുണ്ട്. അന്തിക്രിസ്തുവിന്റെ മുദ്ര 666. ദൈവം അനുവദിച്ചാൽ ആ ഭാഗത്തോട്ടൊന്ന് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ മുദ്രയുള്ള ആളുകൾക്കല്ലാതെ വാങ്ങുവാനോ വിൽക്കുവാനോ സാധ്യമല്ലാത്ത ഒരു കാലം, ജീവിക്കുവാൻ ആ മുദ്ര ഏൽക്കാതെ ജീവിക്കുവാൻ പറ്റാത്തതായ ഒരു കാലം, നെറ്റിയിലോ കൈമേലോ ആ മുദ്ര കിട്ടണം. ആ മുദ്രയുള്ളവന്റെ കാര്യമായി പറയുന്നത്. എന്നാൽ നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയുള്ള ഒരു മനുഷ്യനെയും ഈ വെട്ടുക്കിളി തൊടുകയില്ല. അവന് നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ 5 മാസം ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ തേള് കുത്തുന്നത് പോലെ. എന്നെ കുത്തിയിട്ടുണ്ട്, അതിന് എനിക്ക് നല്ലതുപോലെ അറിയാം. കുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന. ഇവിടെ പറഞ്ഞത് അത് കുത്തിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ പോലും ചാവത്തില്ല കേട്ടോ. ആരാണ്ട് പറയുന്നത് കേട്ടോ, നമ്മുടെ ചാവുകടലിൽ പോയി മുങ്ങിച്ചാകാതെ വിചാരിച്ചാൽ എങ്ങനെ നോക്കിയാലും ചാവത്തില്ല, പൊങ്ങി തന്നെ കിടക്കുമെന്ന് എന്ന് പറയുന്നത് പോലെ ഈ വെട്ടുക്കിളി നമ്മളെ കുത്തുമ്പോൾ മനുഷ്യൻ മരിക്കുവാൻ ആഗ്രഹിക്കും, മരണം കാണുകയില്ല. 5 മാസം ദണ്ഡിപ്പിക്കും, മരണം കൊതിക്കും, മരണം കാണുകയില്ല. മരണം അവരെ വിട്ട് ഓടിപ്പോകും, അലറി വിളിക്കും. അതാണ് 1-ാം കഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 2-ാം കഷ്ടമെന്ന് പറയുന്നത് 9-ാം അധ്യായം 13 മുതൽ 21 വാക്യങ്ങളിൽ 6-ാമത്തെ കാഹളം ഊതുമ്പോൾ 13 മുതൽ 21 വരെ വാക്യങ്ങൾ. അതിലെ 15-ാമത്തെ വാക്യം, ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000. അത് കഴിഞ്ഞാൽ, വെട്ടുക്കിളിപ്പടായുടെ ഉപദ്രവം കഴിഞ്ഞു കഴിഞ്ഞാൽ 5 മാസം മനുഷ്യൻ മരണം കൊതിക്കും, മരിക്കുവാൻ ആഗ്രഹിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. അതികഠിനമായ വേദന അത് 1-ാം കഷ്ടത്തിൽ വരുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ 6-ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കുതിരപ്പട വരുന്നുണ്ട്. ആ കുതിരപ്പടയുടെ ജോലി എന്ന് പറയുന്നത് ഇന്ന ആണ്ട്, കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന ആണ്ട്, ഇന്ന മാസം, ഇന്ന ദിവസം, ഇന്ന നാഴിക. അത് നമുക്കറിയത്തില്ലതേ ഉള്ളൂ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ വർഷം, മാസം, ദിവസം, മണിക്കൂർ, അതാ നാഴിക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു നാഴികയിൽ ലോകത്തിൽ 1/3 ജനം 1 മണിക്കൂർ കൊണ്ട് കൊല്ലപ്പെടും. വല്ലോ മനസ്സിലായോ? ഇന്ന് ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? 800 കോടിയിലധികം ജനങ്ങളുണ്ട്. 800 കോടി ജനങ്ങൾ അന്ന് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കുറെ പേരൊക്കെ എടുക്കപ്പെടും, കർത്താവിന്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. അന്ന് ഈ ലോകത്തിൽ 750 കോടി ഉണ്ടെങ്കിൽ 1/3 കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ 250 കോടി ജനങ്ങൾ. 250 പേരല്ല കേട്ടോ, 250, 2500, 25,000, 2.5 ലക്ഷം, 25 ലക്ഷം. ഇതൊന്നും അല്ല പറഞ്ഞേക്കുന്നേ. 250 ലക്ഷവുമല്ല പറഞ്ഞിരിക്കുന്നത്, 250 കോടി ജനങ്ങൾ. 250 പറഞ്ഞാൽ എൻ്റെ കണക്കാകണ്ട. ലോകത്തിൽ അന്നുള്ള ജനസംഖ്യയിൽ 1/3 1 മണിക്കൂർ കൊണ്ട് കൊല്ലപ്പെടുമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുമ്പോൾ ആ വലിയ പീഠത്തിലൂടെ കടന്നു പോകണമോ, അതോ ഇന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ കൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കണമോ? 3-ാം കഷ്ടം എന്ന് പറയുന്നത് 2-ാം കഷ്ടത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെ എല്ലാം 3-ാമത്തെ കഷ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ക്രോധകലശങ്ങൾ, 1-ാമത്തെ കലശം, 2-ാം കലശം വിവരിക്കുന്നില്ല, അങ്ങോട്ടൊക്കെ പോകട്ടെ. അവസാനം അർമ്മഗദോൻ യുദ്ധം കേട്ട് കാണും. അതൊക്കെ ലോകത്തിലുള്ള സകല ജനങ്ങളും ഒരുമിച്ച് കൂടുകയാണ് അർമ്മഗദോനിലേക്ക്. അർമ്മഗദോനെ കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ തന്നെ 2 മണിക്കൂർ വേണം.
അവിടെ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് കടന്നു വരുന്നു. അപ്പോൾ അവർ കുത്തിയമംഗലേക്ക് നോക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. അവൻ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുമ്പോൾ ലോകത്തിലുള്ള സകല ജനങ്ങളും യേശുവിനെതിരായിട്ട് തിരിയുകയാണ്. വായിക്കണം മക്കളെ, 19-ാം അധ്യായം. ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല, പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അവൻ്റെ വായിൽ നിന്നുള്ള ആളുകൊണ്ട് അവൻ അവരെ തോൽപ്പിച്ചു കളയും. ലോക ജനസംഖ്യ മുഴുവൻ അവൻ തകർത്ത് കളയും. മുന്നിൽ നിന്ന് പട നയിക്കുകയാണ് യേശു. ഇന്ന് കാണുന്നവനായ സ്നേഹവാനായ യേശു അന്ന് തൻ്റെ മക്കളെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ അവൻ തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കാനായിട്ടേ പോവുകയാണ്. ഇതൊന്നും ആരും അങ്ങനെ പ്രസംഗിക്കാറൊന്നുമില്ല. പണ്ടൊക്കെ പ്രസംഗിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ പ്രസംഗങ്ങൾ വളരെ കുറവാണ്. ഇതാണ് മൂന്നാമത്തെ കഷ്ടം. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ച ഈ ലോകത്തിൽ നടത്തുകയും ഇളകാത്ത രാജ്യം അവൻ സ്ഥാപിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 1-2 വാക്യങ്ങളൊന്ന് വായിക്കുന്നത് സന്തോഷകരമായിരിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യഹോവയുടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രസാദ വർഷം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും. ശ്രദ്ധിച്ച് കേട്ടോണം. പ്രസാദ വർഷം, പ്രതികാര ദിവസം, ഇതാ പ്രസംഗിക്കുന്നത്. ഒരു വാക്യം ഇവിടെ വായിക്കുന്നത് സന്തോഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിലെ 18-ാമത്തെ വാക്യം. ലൂക്കോസ് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രതികാര ദിവസത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. യെശയ്യാപ്രവചനം കോട്ട് ചെയ്താണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് പറഞ്ഞിരിക്കുകയാണ് യഹോവയുടെ പ്രസാദ വർഷം, പിന്നീട് പറഞ്ഞിരിക്കുന്നത് പ്രതികാര ദിവസം. എന്നാൽ ലൂക്കോസ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ ചെന്നപ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവനത് വായിക്കാനായിട്ടേ തുടങ്ങി. അതാണ് അവിടെ സംഭവിക്കുന്നത്. അവൻ അന്നത്തെ ചുരുളുകളാണ്. അവൻ ആ ചുരുൾ തുറന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം, അന്ന് ചാപ്റ്ററൊന്നും ഇല്ല. ആദ്യം നമ്മൾ വായിച്ച 60-ാം അധ്യായം, അതാണ് കർത്താവ് വായിച്ചത്. വായിച്ചതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ കർത്താവ് വായിച്ചതിന് ശേഷം കർത്താവ് പറഞ്ഞത്, നമ്മുടെ കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രതികാര ദിവസത്തെക്കുറിച്ച് കർത്താവ് അവിടെ പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1-ാം വരവ് പ്രസാദ വർഷം പ്രസംഗിക്കുവാനായിട്ടാണ്. The favorable year of our Lord. കർത്താവിൻ്റെ 1-ാം വരവ് പ്രസാദ വർഷം. പ്രസാദ വർഷം 365 ദിവസം. പ്രതികാര ദിവസം എന്ന് പറഞ്ഞാലോ, ഒരു വർഷത്തിൻ്റെ 365-ൽ 1 ഇല്ലേ എന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുക്കമാണ്. പ്രസാദ വർഷം വളരെ നീളമുള്ളതാണ്. കർത്താവിൻ്റെ സമയത്ത് 1-ാം വരവിൽ അത് തുടങ്ങി. ഇന്നും പ്രസാദ വർഷം തന്നെയാണ്. ഇന്നും പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ പ്രാപിക്കുക, യേശുവിനെ സ്വീകരിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുക, ഇതൊക്കെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. മോനെ, ഈ പ്രസംഗം അവസാനിക്കുന്ന സമയം വരുന്നുണ്ട്. ഇന്ന് പ്രസംഗം വെച്ച് കഴിഞ്ഞാൽ വരാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ അന്ന് പ്രസംഗം കേൾക്കുവാനായിട്ട് ആളുകൾ ഓടും. ഹല്ലേലൂയ. പക്ഷെ കേൾക്കത്തില്ല. ഇനി അഥവാ ആരെങ്കിലും പ്രസംഗിച്ചാൽ അവനെ കൊല്ലും. ഇനി ആരെങ്കിലും യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെയും കൊല്ലും. നമ്മൾ ഓർക്കണം, ദൈവവചനത്തോട് നമ്മൾ എത്രമാത്രം താല്പര്യം കാണിക്കേണ്ട സമയമായത്. വളരെ താല്പര്യത്തോടുകൂടി ദൈവവചനം കേൾക്കുവാനായിട്ട് ആവേശത്തോടുകൂടി ഓടണം.
കർത്താവിൻ്റെ വേല മുടക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ തുടങ്ങിയാലുണ്ടല്ലോ, കർത്താവ് അങ്ങോട്ട് തുനിഞ്ഞിറങ്ങും. നമ്മൾ തുനിഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പമായി പറയുന്നത്. കർത്താവ് നമ്മളെ കൈകാര്യം ചെയ്ത് വേറെ രീതിയുണ്ട്. കൈകാര്യം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല നിർവഹിച്ചുകൊള്ളും. ഇന്ന് സുവിശേഷം സൗജന്യമാണ്. കൃപയാൽ സൗജന്യമായി നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. പ്രവർത്തികൾ കൊണ്ട് രക്ഷ പ്രാപിപ്പാനായിട്ട് സാധ്യമല്ല. എന്താണ് ഞാനതുകൂടെ പറഞ്ഞാൽ, ഒരാളേതൊരു അച്ഛനോട് ചോദിച്ചു, ഞാൻ രക്ഷിക്കപ്പെടാനായിട്ട് എന്ത് ചെയ്യണമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, മോനെ നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചെയ്യാനുള്ളതൊക്കെ ഓൾറെഡി ഒരാൾ ചെയ്തു കഴിഞ്ഞു. യേശു അത് ചെയ്തു കഴിഞ്ഞു. നീ അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ രക്ഷിക്കപ്പെടുവാൻ നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് നിനക്ക് വേണ്ടി അത് ചെയ്തു, നീ അത് അംഗീകരിക്കുക.